ഈ കാണുന്ന പർഗോള കണ്ടോ? ഈ പർഗോളയിൽ നമ്മളിപ്പോൾ ഗ്ലാസ് ഇടാൻ പോവാണ്. നല്ല മഴയുള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇടാൻ പോകുന്നത്. അപ്പോൾ ആർദ്രം ഇന്റീരിയൽ അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി വീഡിയോയാണ് നമ്മളിത് കാണുന്നത്. അല്ല, ഹെവി റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. നമ്മളൊരു വലിയ ഗ്ലാസ് ആണ് നമ്മൾ താഴേന്ന് ഏറ്റവും ടോപ്പിൽ കയറ്റാൻ പോകുന്നതാണ്. കണ്ടോണം കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു ഗ്ലാസ് കൊണ്ടുവന്നപ്പോൾ അതിന് സ്ലോട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ലോട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് വല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ്. മഴയൊക്കെ പെയ്ത് നല്ല ഓടൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് കിടക്കുവാണ്. അവിടെയാണ് നമ്മുടെ അംഗം വിട്ട് ഓർത്തുന്നത്. അപ്പം ഗ്ലാസ് താഴെ നേരെ മുകളോട്ട് കയറ്റുവാണ്. അപ്പോൾ മുകളിൽ വെറും 2 പേരേ ഉള്ളൂ. നോക്കിക്കോണം കേട്ടോ, 2 പേരാണ് മുകളിൽ നിന്ന് വലിച്ച് ഗ്ലാസ് കയറ്റുന്നത്. ഇനി ഇവിടെ നമുക്കിനി ഇതിന്റെ ടോപ്പിലോട്ട് വേണം കയറ്റാനുള്ളത്. അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ കൈവിട്ട കളിയാണ് മോനെ. അപ്പൊ അതുകൊണ്ട് വളരെ റിസ്ക് പിടിച്ചുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോ നോക്കുന്നത്. അകത്തൂടെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തൂടെ തന്നെ കയറ്റുന്നത്. അപ്പൊ ഇതാ കണ്ടോണേ, 12 mm ഗ്ലാസ് ആണെന്നുള്ള പ്രത്യേകം ഓർക്കണം. അപ്പൊ ഹെവി വെയിറ്റ് ആണെന്ന് നമ്മൾ ഓർത്തോണം. അപ്പൊ നമ്മളിതാ വലിച്ചു കയറ്റാൻ പോകുന്നത്. അപ്പം നമുക്കിനി ലാഡറിൽ കൂടെ കയറി കുറച്ചുകൂടെ തള്ളി അങ്ങോട്ട് വെച്ച് കൊടുക്കാം അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് അവനെ അങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് മുകളിൽ കയറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഹാൻഡ് റെയിലിലോട്ട് കയറ്റണം. അവിടുന്ന് വീണ്ടും നമുക്ക് അടുത്ത ടോപ്പിലേക്ക് കയറ്റണം. അങ്ങനെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കൊണ്ടുപോകണം. അപ്പം നമ്മളിപ്പം ഫാസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇതാവിട്ടുന്ന് നമുക്ക് ഒരു വിധത്തിൽ തള്ളി കയറ്റി ഇവിടം വരെ എത്തി. അപ്പം അതിൻ്റെ ടോപ്പിൽ നമ്മുടെ ഹാൻഡ് റെയിലിൻ്റെ അവിടെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിനി അവിടുന്ന് പിടിച്ച് മുകളിലോട്ട് കയറ്റുവാണ്. അപ്പോൾ ഇനി ഏകദേശം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് നമുക്ക് നേരെ മുകളിലോട്ട് കയറ്റണം. ഇനി ഹാൻഡ് റെയിലിലോട്ട് കയറ്റണമെങ്കിൽ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഹാൻഡ് റെയിലും സ്റ്റെയറും എല്ലാം കൂടെ ഒന്ന് കുടുങ്ങി കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് പിടിക്കാനൊക്കെ ഇതൊരു പാടാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനിയാണ് നമ്മുടെ മെയിൻ അംഗം വിട്ട് തുടങ്ങാൻ പോകുന്നത്. ഗ്ലാസ് പൊക്കി കയറ്റുന്നത് കണ്ടോണം. ഈ ഗ്ലാസ് വന്നിട്ട് 6x6 ഗ്ലാസിന്റെ സൈസ്. അതായത് 6 അടി നീളവും 6 അടി വീതിയിലുള്ള ഗ്ലാസ് ആണ് നമ്മളിപ്പോൾ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവനെ കയറ്റി ഒരസാതെ നമ്മളങ്ങനെ പൊക്കി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ 4 പേരും താഴെ 2 പേരും മാത്രമേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം നോക്കണം. ഇനി അവിടെ കിടന്നുകൊണ്ടുള്ള ഒരു അംഗം കളിയാണ് നോക്കണം. ആർദ്രം ഇന്ത്യയിലെ ഒരു അടിപൊളി വർക്കിന്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പർഗോളയിലേക്ക് ഫസ്റ്റ് ഗ്ലാസ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതിനെ വലിച്ചു കയറ്റുവാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത സ്റ്റെയറിലോട്ട് കയറ്റാനുണ്ട്. അടുത്ത സ്റ്റെപ്പിലോട്ട് കയറ്റിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ടോപ്പിലോട്ട് കയറ്റേണ്ടത്. അപ്പം ഇവിടുന്ന് ഏകദേശം നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറ്റാൻ പോവുകയാണ്. കണ്ടോ, അവിടുന്ന് നമ്മൾ കയറ്റാൻ പോവുകയാണ്. മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു നിന്ന സമയത്താണ് നമ്മൾ ഗ്ലാസ് കയറ്റാൻ തുടങ്ങിയത്. എന്നാലും ഇപ്പോൾ വീണ്ടും ചെറുതായിട്ട് മഴ ചാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ സ്ലിപ്പാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയറിലാണ് നമ്മൾ സംഭവം കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ പാണി പാളും. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ അവനെ പൊക്കി ഇനി അടുത്ത ഹാൻഡ് റെയിലോട്ട് നമ്മൾ കയറ്റാൻ പോകണം. ഇത് ഇവിടെ കയറ്റിയതിന് ശേഷം നമുക്കിനി അവിടെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഇതിന് കയറ്റിയതിന് ശേഷം നമുക്കിനി സിലിക്കോണിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്ലാസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ടോപ്പിൽ നമുക്ക് കൺഫൈൻഡ് സ്പേസ് ആണ്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകാനായിട്ടൊക്കെ വലിയ റിസ്ക് ആണ്. അവിടെ ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ എല്ലാം പൈപ്പുകളും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഗ്ലാസ് നമുക്കിനി ടോപ്പിൽ കൂടെ കൊണ്ട് ഈസി ആയിട്ട് വെക്കാമെന്നുള്ള ചിന്തയെ വേണ്ട. അപ്പം നമുക്കത് വളരെ പതിയെ കൊണ്ടുപോയിട്ട് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് ചെയ്യേണ്ടത് ഇത് വെക്കേണ്ട ഗ്ലാസ് വെക്കേണ്ട പർഗോളയുടെ ആ ഭാഗത്ത് നമ്മൾ സിലിക്കോൺ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് അടിച്ചു കൊടുക്കണം. ഈ ചെറിയ ഗ്യാപ്പ് പോലും വരാൻ പാടില്ല. ഗ്യാപ്പ് വന്ന ഗ്ലാസ് പൊട്ടും. അതുകൊണ്ട് നമ്മൾ നല്ല കറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് തന്നെ സിലിക്കോൺ അടിച്ചു കൊടുക്കണം. അപ്പോൾ സിലിക്കോൺ അടിക്കുന്നതിന് മുന്നേ മണ്ണൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സിലിക്കോൺ അടിച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ സിലിക്കോൺ അടിക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ ഇടാൻ പോകുന്ന ഗ്ലാസിൻ്റെ അത്രയും പോർഷനിൽ മാത്രമാണ് നമ്മളിപ്പോൾ സിലിക്കോൺ അടിക്കുന്നത്. നമുക്ക് അവിടെ വരുന്നൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ നമുക്കൊരു സ്ലോട്ടിലോട്ട് ഗ്ലാസ് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി റിസ്ക് പിടിച്ച ഏരിയയാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ സിലിക്കോൺ അടിച്ച് കൊടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിയർ സിലിക്കോൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹെവി ഡ്യൂട്ടി ഗൺ ഉപയോഗിച്ചിട്ടാണ് സിലിക്കോൺ അടിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി നല്ല പ്രഷറിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി സ്പീഡപ്പ് അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഗ്ലാസ് കൊണ്ടുവരുന്നതിന് ഇച്ചിരി റിസ്ക് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ ഗ്ലാസ് എടുക്കുകയാണ് കേട്ടോ. ഗ്ലാസ് എടുത്ത് നമ്മൾ പതിയെ അവിടെ നിന്ന് നിരക്കിയാണ് കൊണ്ടുവരുന്ന ഒരു വിധത്തിൽ നമ്മൾ കൊണ്ടുവരികയാണ്. കാരണം അവിടെ ഇട്ട് നമുക്ക് പൊക്കി ചരിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് ഇല്ല നമുക്ക് അവിടെ. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് നീക്കി കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പതിയെ കൊണ്ടുവരുവാണ് ഗ്ലാസ്. അപ്പോൾ ഇനി നമ്മളിത് ഗ്ലാസ് ഏകദേശം ഇവിടം വരെയൊക്കെ എത്തി. ഇനി നമുക്കിനി ആ തടി കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ പതിയെ കൊണ്ടുവരുന്നത്.
അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല. നമ്മൾ ടർപ്പാളയൊക്കെ മാറ്റി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഹൈറ്റ് നിൽക്കുന്ന കാരണം നമുക്ക് ആ ഗ്ലാസ് കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ടർപ്പാളയൊക്കെ മാറ്റി. അപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവങ്ങളെല്ലാം തീർക്കണം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ എത്തിച്ചു. ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാനുണ്ട്, കാരണം അതിൻ്റെ സ്ലോട്ട് വരുന്ന ഭാഗം ഇപ്പോൾ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കറക്കി എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലാസ് നേരെ നമ്മുടെ പർഗോളയുടെ മുകളിലോട്ട് കയറ്റാനായിട്ടുള്ള പരിപാടി തുടങ്ങി കഴിഞ്ഞു. അപ്പം പർഗോളയുടെ മുകളിലോട്ട് ഇപ്പം നമ്മൾ കയറ്റി വെക്കും. അതിനുശേഷം നമുക്കിനി പൊസിഷനിലോട്ട് കൊണ്ടുവരുവാണ്. ഇതാ കണ്ടോ, സിലിക്കോണൊക്കെ അടിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ പതിയെ നമ്മളിനി വെക്കാൻ പോവുകയാണ്. അപ്പോൾ വെക്കുമ്പോഴേക്ക് ഏകദേശം കറക്റ്റ് ചെയ്ത് തന്നെ വെക്കണം. നമുക്കിനി നമ്മുടെ സ്ലോട്ടൊക്കെ കറക്റ്റ് പൊസിഷനിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കി ഇരുത്തിയാൽ മതി. ഇനി നമ്മൾ നേരെ പൊക്കിയെടുത്ത് പൊസിഷൻ ചെയ്ത് വെക്കാൻ പോവുകയാണ്. കറക്റ്റായിട്ട് പതിയെയാണ് നമ്മൾ ഇനി ഇരുത്താൻ പോകുന്നത്. സ്ലോട്ടിലോട്ട് നമ്മൾ ഇതാ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോട്ടിലോട്ട് കയറി ഇനി നമ്മൾ പതിയെ നമ്മൾ ആ പൊസിഷൻ അനുസരിച്ച് നേരെ സീറ്റിംഗ് ആക്കി ഇരുത്തുകയാണ്. പർഗോളയുടെ മുകളിലോട്ട് നമ്മൾ വെക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സെൻട്രലിലെ ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റിലത്തെ ഗ്ലാസ് ഇടാം. ഫസ്റ്റിലത്തെ ഗ്ലാസ് ആണ് നമുക്ക് ഇനി അടുത്ത് ഇടാനുള്ളത്. അപ്പോൾ സെൻട്രലിലെ ഗ്ലാസ്സിൽ സ്ലോട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ സെൻട്രലിലെ ഗ്ലാസ് എടുത്തിട്ടത്. ഇനി നമുക്ക് ഫസ്റ്റിലത്തെ ഗ്ലാസ് എടുത്തിടാം. അപ്പോൾ ഫസ്റ്റിലത്തെ ഗ്ലാസ് ഇച്ചിരി ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോയി ഇടാൻ പോവാണ്. എന്നാൽ ഇച്ചിരി റിസ്ക് ഉണ്ട്, മഴയൊക്കെ പെയ്യുന്നുണ്ട്, കാണാമല്ലോ, മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ആ ഗ്ലാസ് അങ്ങോട്ട് പതിയെ വെക്കുവാണ് കേട്ടോ. ഇനി അതും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് നല്ലപോലെ സിലിക്കോൺ അടിക്കണം. ഓൾറെഡി നമ്മൾ ഇപ്പോൾ അടിച്ചേക്കുന്ന എൻഡിൽ തന്നെ നമ്മൾ സിലിക്കോൺ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി അതുകൂടെ വെച്ചതിന് ശേഷം ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെ സിലിക്കോൺ നല്ല രീതിയിൽ തിക്കായിട്ട് നല്ല അടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, തിക്കായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം അടുപ്പിച്ച് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും പിന്നെ ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് പോകുന്നില്ല. ഇനി നമ്മൾ മൂന്നാമത്തെ ഗ്ലാസ് എടുക്കാൻ പോവാണ്. മൂന്നാമത്തെ ഗ്ലാസ് വന്നിട്ട് ഒരു 6x4 ഗ്ലാസ് ആണ്, കുറച്ച് ഹെവി ആണ് അവനും. അപ്പോൾ അവനെ നമ്മൾ പൊക്കി എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ സിലിക്കോണൊക്കെ അടിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഇനി നേരെ എടുത്ത് വെക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പേസ് ഇട്ട് വെച്ചതിന് ശേഷം സെൻട്രൽ നല്ല രീതിയിൽ തിക്കായിട്ട് സിലിക്കോൺ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഞെരുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് തൂത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ നമ്മുടെ പർഗോള എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഗ്ലാസിന്റെ അടിഭാഗത്തായിട്ട് ഇൻസൈഡിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ സിലിക്കോൺ അടിച്ചു കൊടുക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ദാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് സിലിക്കോൺ ഉണങ്ങാൻ വേണ്ടി നല്ല രീതിയിൽ ടെർപ്പാളായിട്ട് നല്ല രീതിയിൽ മൂടണം. അപ്പോൾ നമ്മൾ മൂടുവാണ്. ആർദ്രം ഇന്ത്യയിലെ വർക്കിന്റെ എല്ലാ വീഡിയോസും കാണുന്നതിനായി ടോണിച്ചേട്ടൻ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു കിഡിലൻ വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.